നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇരുകൂട്ടർക്കും ഇഷ്ടമായ സ്ഥിതിക്ക് ഇനി നിശ്ചയത്തിന്റെ ഏർപ്പാടുകൾ ചെയ്യാമെന്ന് തോന്നുന്നു. പിന്നെന്താ, നിങ്ങൾ എപ്പോ പറഞ്ഞാലും ഞങ്ങൾക്ക് സമ്മതം. അധികം നീട്ടിക്കൊണ്ട് പോകണ്ടെന്നൊരു അഭിപ്രായം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അത് തന്നെയാ ഞങ്ങൾക്കും. മോള് ഞങ്ങളൊന്ന് പേടിപ്പിച്ചു, എങ്കിലും ഇപ്പൊ സന്തോഷായി. മിടുക്കിയ മോള്. പറയാനുള്ള കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കാതെ എല്ലാം തുറന്നു പറഞ്ഞല്ലോ. അതച്ഛന് ഇഷ്ടമായി. ഇങ്ങനെയെല്ലാം ആരോടെങ്കിലും തുറന്നു പറയുന്നതാ നല്ലത്. മോളെ ഞങ്ങൾക്ക് മനസ്സിലാവും. എന്റെ മോൻ ഒരു തരത്തിലും മോളെ വിഷമിപ്പിക്കില്ല. അതുമാത്രമല്ല, പഴയതൊക്കെ മറക്കാൻ രാജീവൻ മോൾക്ക് തരുന്ന സ്നേഹത്തിന് സാധിക്കും. ഇപ്പോ ഈ കാണുന്ന സ്നേഹമോളല്ല, ശരിക്കുമുള്ള സ്നേഹമോളെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആ പഴയ സ്നേഹയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എന്റെ മോൻ രാജീവിന് സാധിക്കും. അതെനിക്ക് ഉറപ്പാ. ഇരുകൂട്ടർക്കും ഇഷ്ടമായ സ്ഥിതിക്ക് അവര് തന്നെ പരസ്പരം അവരുടെ കാര്യങ്ങൾ സംസാരിക്കട്ടെ. എന്താ സാറേ? എന്നാ അങ്ങനെയാവട്ടെ. രാജീവ, നീ മോളുമായിട്ടൊന്ന് സംസാരിക്കേ. ചെല്. എനിക്ക് എന്താ പറയണ്ടേന്നറിയില്ല. മുമ്പ് ഇങ്ങനെയൊന്നും ആരോടും ഞാൻ സംസാരിച്ചിട്ടില്ല. സ്നേഹിക്കാനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ വലിയ സന്തോഷമായി. ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടമായിരുന്നു. ഇപ്പോൾ നേരിട്ട് കണ്ടപ്പോഴും ഇഷ്ടമായി. രാജീവന്റെ സങ്കല്പത്തിലെ ഒരു പെൺകുട്ടിയാണോ ശരിക്കും ഞാൻ? ഏയ്, അങ്ങനെ സങ്കല്പങ്ങളൊന്നുമില്ല. എന്നെ സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന ബോൾഡായ ഒരു കുട്ടി. അത്രേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. സ്നേഹ അങ്ങനെ ഒരാളാണെന്ന എൻ്റെ വിശ്വാസം. എനിക്കറിയാം ധാരാളം വിഷമങ്ങൾ ഉള്ളിലൊതുക്കിയ താൻ മുന്നിൽ നിൽക്കുന്നതെന്ന്. അതൊക്കെ താൻ മറക്കണം. എന്നിട്ട് പുതിയൊരു ജീവിതം ജീവിക്കണം. പുതിയൊരാള് ജീവിതത്തിലോട്ട് വരുമ്പോ പഴയ ആളും ഓർമ്മകളും പതിയെ ഇല്ലാതാവുമെന്ന് എന്റെ സന്ദീപേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് മുറുകെ പിടിച്ച ഞാൻ എല്ലാത്തിനും സമ്മതം മൂളിയത്. തനിക്ക് എന്നെ വിശ്വസിക്കാം. ഒരു തരത്തിലും ഞാൻ തന്നെ വിഷമിപ്പിക്കില്ല. ഒരിക്കലും സ്നേഹത്തിനൊരു കുറവും വരാതെ ഞാൻ തന്നെ പൊന്നുപോലെ നോക്കിക്കോളാം. അത്ര ഉറപ്പിലാണ് ഞാൻ പറയുന്നത്. രാജീവിന്റെ ടെൻഷനൊക്കെ മാറിയല്ലോ അല്ലേ? ഇത്രയും നാൾ ഞാൻ കരുതിയത് ഏറ്റവും കൂടുതൽ ടെൻഷൻ ജോലി സ്ഥലത്തുനിന്നാ. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഏറ്റവും ടെൻഷൻ അനുഭവിക്കുന്നത് പെണ്ണ് കാണാൻ പോകുമ്പോഴാണ്. ഇഷ്ടമില്ലാന്നെങ്ങാനും പറഞ്ഞ എത്ര പേരുടെ മുന്നിലെ ചമ്മി പണ്ടാരടങ്ങുന്നത്. നിന്ന നിപ്പില് ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയെന്ന് തോന്നും. ഇരുകൂട്ടർക്കും ഇഷ്ടമായ സ്ഥിതിക്ക് ഇനി നിശ്ചയത്തിന്റെ ഏർപ്പാടുകൾ ചെയ്യാമെന്ന് തോന്നുന്നു. പിന്നെന്താ, നിങ്ങൾ എപ്പോ പറഞ്ഞാലും ഞങ്ങൾക്ക് സമ്മതം. അധികം നീട്ടിക്കൊണ്ട് പോകണ്ടെന്നൊരു അഭിപ്രായം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അത് തന്നെയാ ഞങ്ങൾക്കും.
മരുമോനോടുകൂടി ഒന്ന് ആലോചിച്ചിട്ട് തീയതി ഞാൻ വിളിച്ചു പറയാം. ആയിക്കോട്ടെ. സുധാമണിക്ക് മോളോടൊന്നും സംസാരിക്കാനില്ലേ? സംസാരിക്കാം, സമയം കിടക്കുമല്ലേ. ഇവന്റെ ഇഷ്ടമല്ലേ പ്രധാനം. എനിക്ക് മോളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇങ്ങ് തന്നാ മതി, എന്റെ സ്വന്തം മോളെ പോലെ ഞാൻ നോക്കിക്കോളാം. അപ്പൊ പിന്നെ എല്ലാം പറഞ്ഞതുപോലെ. ആയിക്കോട്ടെ, ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ശരി എന്നാ. ശരി ശരി എന്നാ. എന്നാ നാളെ തന്നെ ഞാൻ വിളിച്ചറിയിക്കാം. ആയിക്കോട്ടെ. ശരി. ശരി എന്നാ. അച്ഛാ, ശരി എന്നാ. ശരി. പോയിട്ട് വരാം. നല്ല കുട്ടിയല്ലേ അമ്മേ? മോളെ, നീ എന്തൊക്കെയാ ചെയ്യുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ല. എടുത്തേക്ക് എന്താ മനസ്സിലാവാത്തെ? നീ എന്തിനാ ഇത്ര പെട്ടെന്ന് ഈ വിവാഹത്തിന് സമ്മതിച്ചത്? നിനക്ക് എന്താ പറ്റിയേ? എനിക്ക് എന്ത് പറ്റാൻ? എനിക്ക് വിവാഹപ്രായമായിന്നും നല്ലൊരാലോചന വന്നിട്ടുണ്ടെന്നും ഉടനെ വിവാഹം നടത്തണമെന്നൊക്കെ അച്ഛൻ പറഞ്ഞപ്പോ ഞാൻ അതിന് തയ്യാറായി. അത്രേ ഉള്ളൂ. ഏട്ടത്തിക്ക് മനസ്സിലാവാത്തൊന്നും ഇതിലില്ല. ഇനിയും അച്ഛനും ഏട്ടന്മാരും ഒക്കെ പറയുന്നതിനെതിരെ നിൽക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് ഞാനതങ്ങ് സമ്മതിച്ചു. അപ്പോ ധനുഷ്, അവനെ നീ ഇത്ര വേഗം മറന്നോ? ഇന്നലെ വരെ അവനെ മാത്രമേ വിവാഹം കഴിക്കൂന്ന് പറഞ്ഞ നീ അതൊക്കെ ഇത്ര വേഗം മറന്നോ? ധനുഷ്, ഞാൻ ഇനി അവനെ നോക്കിയിരുന്ന് വിഡ്ഢിയാവണോ ഏട്ടത്തി? എന്തുറപ്പുമേല ഞാൻ ഇനി അവനെ കാത്തിരിക്കേണ്ടേ? എന്നോട് കുറച്ചെങ്കിലും ഇഷ്ടവും താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇറങ്ങിച്ചെല്ലാന്ന് പറഞ്ഞ നിമിഷം തന്നെ അവൻ എന്നെ കൊണ്ടുപോയേനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.